ആ നാഡീ വ്യൂഹങ്ങൾ മുഴുവനും തളർന്ന് അവസാനം ഉറങ്ങുമ്പോൾ ഈ ഉമ്മ ശാന്തയാവുന്നു. ഉമ്മാക്കൊരു പിടി സമാധാനം കിട്ടുന്നു. ഖലീഫ ഉമർ ഈ ചറ്റക്കൂരയിലേക്ക് പാതിരാവിന്റെ ആ നിശബ്ദതയിൽ കടന്നു ചെന്നുകൊണ്ട് തന്റെ വൃത്യനുമുണ്ട്, ഒന്നിച്ച് തന്റെ സർവന്റുമുണ്ട്. അദ്ദേഹം ചെന്ന് നോക്കുമ്പോ ഈ ദയനീയമായ കാഴ്ച കണ്ടപ്പോ ഉടനെ തന്നെ അദ്ദേഹം തന്റെ വൃത്യനെയും കൂട്ടി ഖജനാവിലേക്ക് പോയി ഖജനാവിൽ നിന്ന് അരിയെടുത്ത് സ്വന്തമായി അദ്ദേഹത്തിന്റെ ചുമലിൽ കയറ്റി വെച്ച്, നമുക്കൊക്കെ ചിലപ്പോ ഒരു ബോക്സ് എടുക്കുമ്പോൾ വേദനയുണ്ടാകും. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ലോകത്തിന്റെ ചക്രവാളങ്ങൾ ശ്രദ്ധിച്ച ഒരു 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 വലിയ ഭരണാധികാരി ഖലീഫ ഉമർ സ്വന്തമായി തന്റെ ചുമലിലേക്ക് ഗോതമ്പ് മാവിന്റെ ഒരു ചാക്കും അതുപോലെ തന്നെ സൈത്തൂനിന്റെയും ഒലീവ് ഓയിലും തൂക്കിപ്പിടിച്ചു പോകുന്ന സമയത്ത് ഭൃത്യൻ പറഞ്ഞു, ഖലീഫ, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ? ഞാൻ നിങ്ങളുടെ ഒരു സർവന്റാണ്, ഞാൻ നിങ്ങളുടെ ഒരു ഖാദിമാണ്, ഞാൻ എടുത്തുകൊള്ളാം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തെ ഭരിക്കുന്ന എന്റെ ഭരണീയരായിരിക്കുന്ന ആളുകൾക്കുള്ള പ്രയാസം ഞാനല്ലാതെ നീ എന്നെ സഹായിച്ച് ഈ ചാക്കും അതുപോലെ തന്നെ ഒലീവ് ഓയിലും പിടിച്ചു നടന്നാൽ എന്റെ ഈ തെറ്റ്, എന്റെ ഈ സാമ്രാജ്യത്തിന് കീഴിൽ വന്ന എന്നിൽ വന്ന ഈ ഒരു അപാകത യഥാർത്ഥത്തിൽ നീ നാളെ രാജാവിന്റെ മുമ്പിൽ, നാളെ മരണത്തിന് ശേഷം വരുന്ന ഒരു ലോകത്ത് അവിടെ രാജാതിരാജന്റെ മുമ്പിൽ നിനക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്ന് അകറ്റി നിർത്തി, നീ എന്റെ പാപം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് സ്വന്തമായി ചുമലിലേക്ക് ചാക്കും ഒലീവ് ഓയിലും എടുത്ത് നടന്നുപോയ ആ പാതിരാവുകളിലെ ചരിത്രം ലോകത്തിന് നീതിയുടെ മാനവികതയുടെ സന്ദേശം പഠിപ്പിച്ച മഹാനായിരിക്കുന്ന ഖലീഫ ഉമറിന്റെ റിലീഫ് പ്രവർത്തനം നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കണം. തെരുവോരങ്ങളിൽ നടക്കുന്ന, തെരുവോരങ്ങളിൽ പട്ടിണി കടന്നു വളരെ വിശന്നൊട്ടിയ വയറുമായി ഓടി നടക്കുന്ന ജീവജാലങ്ങളെ, നായകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും പിടിച്ചു കൊണ്ടുവന്ന് ഭക്ഷിപ്പിച്ച മഹാനായിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ പോലെയുള്ള ആധ്യാത്മിക ലോകത്തെ ഉന്നത സോപാനങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വിറക് കെട്ടി, കാട്ടിൽ പോയി വിറക് കെട്ടി കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ചുത്തടക്കാൻ, പശിയടക്കാൻ ശ്രമിച്ച മഹാനായിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അഹ്മദുൽ കബീർ ദിഫാഇ ശൈഖ് എന്നറിയപ്പെടുന്ന മഹാൻ. ഇങ്ങനെയുള്ള പരമ്പരാഗതമായി റിലീഫിന്റെ രംഗത്ത് നമുക്ക് ഉത്തേജനം നൽകുന്ന മഹാന്മാർ ഒരുപാട് നമുക്കുണ്ട്. ഇവരൊക്കെ ഈ ത്യാഗങ്ങൾ സഹിച്ചത് എന്റെ കാൽച്ചുവട്ടിൽ, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമറിയുന്ന, അല്ലെങ്കിൽ എന്നെ ഓരം പറ്റി ജീവിക്കുന്ന പാവപ്പെട്ടവർ ഒരു നേരത്തെ നല്ല ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഞാൻ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോൾ നാളെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു കടപ്പാട്, കടമ എനിക്കുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യത്തിന്റെ പേരിലാണ് ഇത് നമുക്കും ഉണ്ടാവണം. റിലീഫ് ഇവിടുന്ന് ഉത്ഭവിക്കണം. അപ്പൊ റിലീഫിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകും. വൈകിയ വേളയിൽ നമ്മുടെ ഇരുത്തവും നമ്മുടെ സെക്കൻഡുകളും പടച്ച റബ്ബ് നമുക്ക് വലിയ ഒരു ഗുണകരമാക്കി തീർക്കുമാറാവട്ടെ. ഇടയ്ക്ക് വെച്ച് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇനി ഈ റമദാനിന്റെ മറ്റൊരു വിഭവമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു മഹത്തായ രാത്രി, എല്ലാവർക്കും അത് കേൾക്കാൻ. വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുന്നു. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം എന്താണ്? അതിന് അൽഫ് ഷഹറാണ്, ഖൈറും മിൻ അൽഫ്. അൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആയിരത്തിന്റെ നോട്ടെടുത്ത് നമ്മൾ അൽഫ്. ലൈലത്തുൽ ഖദർ അതിന് മാത്രമാണ് ഒരു അധ്യായം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ഷഹർ. അത് 27-ാം രാവിനുണ്ട്. മറ്റുള്ള രാവുകളിലൊക്കെ 27-ാം രാവിന് ചില മഹാന്മാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ എനിക്ക് അനുഭവപ്പെട്ടു. നിഗൂഢമായ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ലൈലത്തുൽ ഖദർ. വളരെ സെക്കൻഡാണ്. വിശുദ്ധ ഖുർആൻ ഹിറാ ഗുഹ എന്ന് പറയുന്ന മക്കയിലുള്ള
കിരീടമണിഞ്ഞ ഒരു തൊപ്പി വെച്ച പോലെ കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉംറക്ക് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഉംറ ഈ യാത്ര അത് റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറും മർദിയുമായ സിയാറത്തും ഉംറയും അവർക്ക് നിർവഹിച്ച ആത്മനിർവൃതിയോടെ തിരിച്ചു വന്ന് കുടുംബങ്ങളുമായി അവിടെയുള്ള സംഭവവികാസങ്ങൾ പങ്കുവെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉംറ പോയാൽ കാണാൻ കഴിയും. മക്കയിൽ നിന്ന് എവിടെ നോക്കിയാലും തൊപ്പി വെച്ച കിരീടമണിഞ്ഞ ഒരു രാജ്ഞിയെ പോലെ നിലനിൽക്കുന്ന ഹിറാ പർവ്വതത്തിന്റെ ഉച്ചിയിൽ അല്ലാഹുവിന്റെ റസൂൽ ധ്യാനനിരതരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ ആ പ്രഥമ സൂക്തം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. വായനയിലൂടെ നീ ഒരു ധർമ്മത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുക. വായനയിലൂടെ നീ നീതിയുടെ അതുപോലെ തന്നെ ശാന്തിയുടെ വിപ്ലവം സൃഷ്ടിക്കുക എന്ന് ആദ്യമായി ഇറങ്ങിയ ഇഖ്റഇന്റെ ആ വരികളുടെ തന്നെ മുഹൂർത്തമാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ അതാണ് 1000 മാസങ്ങളേക്കാൾ പ്രവർത്തനം. അത് ഏത് സന്ദർഭമാണെന്ന് ആർക്കും അറിയില്ല. പടച്ചറപ്പിന്റെ നിഗൂഢതയാണ്. പ്രവാചകൻ പോലും ആ രാത്രിയുടെ നിക്ഷിപ്തമാക്കപ്പെട്ട രാത്രിയെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി, സ്വഹാബത്തിന് അറിയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 2 ആള് കൂടി കശവശ കൂടി അടികൂടി. ഇത് കണ്ടപ്പോൾ പടച്ച റബ്ബിന്റെ ആ പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ആ ഡേറ്റ് അങ്ങ് മാഞ്ഞുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ രാത്രിയിൽ നമുക്ക് നന്നായിട്ട് നിസ്കരിക്കാമായിരുന്നു, നന്നായി നമുക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാമായിരുന്നു. പക്ഷെ ആ ഡേറ്റ് അറിയിക്കാൻ വേണ്ടി വരുമ്പോ 2 ആള് കൂടി ഷണ്ട കൂടുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് ലഭിച്ച ആ കാരുണ്യം അവിടുന്ന് എടുത്തു കളഞ്ഞു. അക്രമവും അനീതിയും അതുപോലെ തന്നെ അശാന്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത്, പടച്ചവന്റെ കാരുണ്യം, ദൈവത്തിന്റെ കരുണാകടാക്ഷം എടുത്തുയർത്തപ്പെടുമെന്നുള്ള ഏറ്റവും ഉദാത്തവും ഉത്തമവുമായ ഒരു ഉദാഹരണമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഡേറ്റ്. വളരെ കൃത്യമായി നമുക്ക് ലഭിക്കാത്ത പോയിന്റിന്റെ പേരിലുള്ളത് മനസ്സിലാക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ലൈലത്തുൽ ഖദ്ർക്ക് കിട്ടി അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് റമളാനിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് ഈദുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒരുപാട് പറയാനുണ്ട്. ബദർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടക്കും വിശുദ്ധമായിരിക്കുന്ന റമളാനിന്റെ പവിത്രമായ 17ന്റെ സായാഹ്നത്തിൽ നടന്ന ബദറിന്റെ രണാങ്കണത്തിൽ അസത്യവും സത്യവും ഏറ്റുമുട്ടി 313ഓളം വരുന്ന നോൻപെടുത്ത് വളരെ അവശരായി കഴിഞ്ഞ 313ഓളം സഹാബത്ത്, 313ഓളം വരുന്ന പ്രവാചകന്റെ സഖാക്കളും അതേ നോമ്പെടുത്ത് അസറിന്റെ സമയം, സായാഹ്ന സമയം എന്ന് പറഞ്ഞാൽ അവശതയുടെ തീനാളങ്ങൾ എങ്ങനെയാണോ ആ നിലക്ക് വളരെയധികം അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ 1000ഓളം വരുന്ന സർവായുധങ്ങളുമായി വന്ന ഒരു വിഭാഗത്തോട് ഏറ്റുമുട്ടിയ ഒരു സന്ദർഭം. അധർമ്മമാണ് അവരുടെ അടുക്കൽ. മക്കയിൽ പാവപ്പെട്ട പെൺകുഞ്ഞ് പറന്നു കഴിഞ്ഞാൽ കൊത്തി കുഴിച്ചു മൂടാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് ആ വർഗത്തോട് പ്രവാചകനും തന്റെ അനുയായികളും ആ ബദറിൽ വെച്ച് ഏറ്റുമുട്ടിയ ഒരു സന്ദർഭം. അതാണ് ബദർ. ബദർ എന്ന് പറഞ്ഞാൽ യുദ്ധം, ഭീകരത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു അപശബ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. ബദർ എന്ന് പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ ഒരു സ്ഥലമാണ് ബദർ. മക്കയുടെ മദീനയുടെ 80ഓളം കിലോമീറ്റർ അകലെ വരുന്ന ഒരു സ്ഥലത്ത് ആ യുദ്ധത്തിന്റെ ഉംറക്ക് പോകുന്നവർ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. ആ യുദ്ധത്തിന്റെ അലയൊലികൾ നടന്നതുപോലെ നമുക്ക് ആ സ്ഥലം നമ്മോട് പറഞ്ഞു തരും. ആ സംഭവം, ആ സ്ഥലം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കയിൽ മദ്യം എത്രത്തോളം മദ്യമൊക്കെ അത്യാവശ്യമൊക്കെ കഴിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ മദ്യം നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഹാനികരമാണ്. ശ്രദ്ധിക്കും.
ഞാൻ കൂടുതലായി കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നില്ല. മദ്യം പല പേരിലും വരും. പക്ഷെ അതൊന്നും അടിമപ്പെടാതെ ശ്രദ്ധിക്കണം. കാരണം സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ വില കുറച്ച് കാണുന്ന ഒരവസ്ഥയിലേക്കാണ് അതൊക്കെ കൊണ്ടെത്തിക്കുക. ഇതുകൊണ്ടാണ് മദ്യം കഴിച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുഴിച്ചിടുന്നത് ആ കാണുന്ന മുന്തിരി വള്ളി തഴച്ചു വളർന്ന മരത്തിന്റെ ചുവട്ടിലായിരിക്കണം എന്ന് വസിയത്ത് എന്ന് പറഞ്ഞറിയില്ലേ? വസിയത്ത് പണ്ട് നമ്മള് ഈ ആധാരം എഴുതുന്ന വസിയത്ത്, അങ്ങനെ വസിയത്ത് ചെയ്ത അവരോട് ശപഥം ചെയ്ത് പറഞ്ഞ എൻ്റെ അതിൻ്റെ ആ കീഴിൽ തന്നെ കുഴിച്ചിടണേ. കാരണം അതിന്റെ മുകളിൽ നിന്ന് മുന്തിരിയുടെ വല്ല നീരെങ്ങാനും ഉറ്റിയെങ്കിൽ എൻ്റെ അസ്ഥികൂടങ്ങൾ അതിൽ നിന്ന് തളിർത്ത് എൻ്റെ അസ്ഥികൂടങ്ങൾ ആശ്വാസം കൊള്ളണമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കാലഘട്ടം അറേബ്യയിലുണ്ട്. സ്ത്രീകൾ അവർക്ക് ഒരു വിലയുമില്ല. അവർ വെറും വ്യഭിചാരത്തിന്റെ ആലകളിലേക്ക് തളച്ചിടുന്ന ഒരു വളരെ അധർമ്മത്തിന്റെ വൃത്തികെട്ട അവസ്ഥ നിലകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇങ്ങനെയുള്ള ആളുകൾ അത് നിലനിർത്താൻ വേണ്ടി പ്രവാചകനായ മുഹമ്മദ് നബിയെയും 313ഓളം വരുന്ന ആളുകളെയും അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്ത് ഈ അധർമ്മവും അനീതിയും അശാന്തിയും ഇവിടെ നിലനിന്ന് ഈ ലോകം അവസാനിക്കുന്നവരോട് നിലനിൽക്കണമെന്ന ആർത്തിയോടുകൂടി ചെന്ന് ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിലേക്ക് ചെന്നപ്പോൾ അവരെ പ്രതിരോധിച്ചപ്പോൾ ആ പ്രതിരോധ വലയത്തിൽ ആയിരങ്ങളിൽ ഏകദേശം അവിടെ തളർന്നു വീഴുകയും ആ അധർമ്മത്തിന്റെ കുഴലുത്തുകാര് ഉപാസകര് ആ ബദറിന്റെ രണാങ്കണത്തിൽ ആ ചത്തൊടുങ്ങുകയും തീർന്നു പോവുകയും അതിൽ 13ഓളം വരുന്ന ആളുകൾ മുസ്ലിം പക്ഷത്തു നിന്ന് മരിക്കുകയും ചെയ്ത സംഭവം നടന്നു വിശുദ്ധ റമദാനിന്റെ 17ന്റെ സായാഹ്ന ദശയിലായി. ആലോചിക്കുക, അധർമ്മം ധർമ്മം അവിടെ നിന്നാണ് തുടങ്ങിയത്. ഒരു ലോകം മുസ്ലിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവും, പക്ഷെ അതൊന്നും ഇസ്ലാം അതിന് ഒരിക്കലും അനുകൂലമല്ല. ഒരു മുസ്ലിം എന്ത് ചെയ്തു? മുസ്ലിം അത് തെറ്റ് ചെയ്തു, അതൊന്നും ഇസ്ലാം വളരെ സ്ട്രൈറ്റ് ആയി, വളരെ എല്ലാം ഒന്ന് നമ്മളൊരു ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാറ്റിനും ആരോഗ്യകരമായും സാമൂഹികമായും സാമ്പത്തികമായും അതിന്റെ ഉന്നമനം നൽകുന്ന ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇസ്ലാം മനുഷ്യന്റെ മതമാണ്. ഖുർആൻ മനുഷ്യൻ എന്ന പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ജൂതൻ എന്ന വകതിരിവില്ലാതെ എന്തിനേറെ നോമ്പ് മുറിക്കുന്നതിന് കാരണം, ഈ നോമ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാം, നോമ്പ് മുറിക്കാൻ ഒരു കാരണം എന്താ പറയുക? നോമ്പ് മുറിക്കാൻ അനുവദനീയമായ ഒരു കാരണം, ഏത് മതത്തിലുള്ള ആളായാലും ശരി, ഒരു ജീവി ഒരു അപകടത്തിൽപ്പെട്ടാൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി, ഒരു രാജീവനാണ് വെള്ളത്തിൽ മുങ്ങുന്നതെങ്കിൽ മുഹമ്മദ് നോമ്പുള്ളവനാണ്, ഉടനെ ചാടിയ നോമ്പ് മുറിയും. വെള്ളത്തിൽ മുങ്ങിയാൽ നോമ്പ് മുറിയും, അവനെ രക്ഷപ്പെടുത്തിക്കൊള്ളണം, അത് നിർബന്ധമുണ്ട് ഇസ്ലാമിൽ. കാരണം മനുഷ്യൻ ഇസ്ലാമിന്റെ പ്രമേയമാണ്. ഇത് ശ്രദ്ധിക്കണം ഇസ്ലാം. അതിൻ്റെ ആ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഖളാ വീട്ടണം എന്നാണ്. അതിനൊരു മുദ്ദും വേണ്ട, ഒരു പ്രായശ്ചിത്തവും ഒന്നും വേണ്ട. ഇത്രയും മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് ഇസ്ലാം. ആ മനുഷ്യന്റെ ഇടയിൽ ധർമ്മം, മനുഷ്യന്റെ ഇടയിൽ നീതി, മനുഷ്യന്റെ ഇടയിൽ ശാന്തി, അത് വിതക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ഇതിന്റെ ഒക്കെ വിളനിലമാണ് പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. ഉൾക്കൊള്ളുക, അതിൽ നാം ആത്മീയ സായുജ്യരാവുക. റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള കഴിവും ആരോഗ്യവും സന്ദർഭവും മാനസികമായ വിശാലതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഇങ്ങനെയുള്ള വേദികളൊക്കെ വരുമ്പോൾ നമുക്ക് വിഷയ സംബന്ധമായി ആ സന്ദർഭത്തിലൊക്കെ സംസാരിക്കാം. ഇതൊരു പുതിയ പരിപാടിയാണ് ഉസ്താദ് അല്ലേ? തുടക്കം ഉഷാറാണ്. തുടക്കം നന്നായാൽ അതുപോലെ ആയിരിക്കും എല്ലാം. അപ്പൊ ഉഷാറായി കൊണ്ടുവരണം, റിലീഫ് വരണം.
ഒരു 5 രൂപ 2 രൂപ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവരാവണം. പ്രമോദ് എവിടെ? അതെ, പടച്ചവൻ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ആമീൻ. കാരണം ആ നോമ്പിന്റെ ആരോഗ്യകരമായ ശാസ്ത്രം മനസ്സിലാക്കിയത് കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ചില ആൾക്ക് ഇത് കഴിയില്ല. എല്ലാവരും ഇപ്പോൾ നോമ്പെടുക്കാവുന്ന വിഷയം ആരോഗ്യം അത് നല്ലതാണ്. എൻ്റെ കൂടെ താമസിക്കുന്ന അവിടെ ഒരു ദിനേശ് ഉണ്ട്. എല്ലാ നോമ്പും 4-5 കൊല്ലമായി കണ്ടിന്യൂ ആയി നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അത് എടുത്താൽ അദ്ദേഹം പറയുന്ന ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഡോക്ടർ ഞാൻ 4 കൊല്ലം മുമ്പ് പലതും പറഞ്ഞ പല രോഗങ്ങളും ഇതിൽ നിന്നും പാടേ പോയിട്ടുണ്ട്. കാരണം അതൊന്നും അങ്ങ് ഇസ്ലാമിലേക്കോ അങ്ങ് പേരിലോ പോക്കോ എന്നല്ല. ഒരു മതം എടുത്ത് പഠിപ്പിക്കുന്ന നല്ലതിനോടും നമ്മൾ അനുകരിച്ചു പോകുന്നു. ഏത് മതമായാലും ശരി, നല്ല കാര്യങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു അത് നല്ലതായിട്ട് തന്നെ കാണും. അതിൽപ്പെട്ട ഒന്നാണ് ആരോഗ്യം നിലനിർത്തി പോരാൻ, ആരോഗ്യത്തിന്റെ ആ അഭിവൃദ്ധി നിലനിൽക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. ഏതായാലും അവർക്കൊക്കെ നല്ല ഒരു മാസമാണ് കടന്നു വരുന്നത്. നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ അഭിവൃദ്ധിയും ആരോഗ്യവും ഏറ്റിക്കൊടുക്കട്ടെ. ആയുസ് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം ജീവിക്കും. നല്ല കല്യാണം കഴിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ സന്തോഷം കളിയാടുക, എപ്പോഴും സന്തോഷത്തിൽ നിലകൊള്ളാൻ. നമുക്കറിയാം, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു തമാശയും കളി. കല്യാണം കഴിയുന്നതെന്ന് എൻ്റെ ഒരു വലിയ വേദപണ്ഡിതനാണ് എൻ്റെ ഒരു ഭാര്യന്റെ മൂത്താപ്പ. അദ്ദേഹത്തിന്റെ അടുത്ത് രാമായണം, ഭഗവത്ഗീത എല്ലാം സംശയം തീർക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാർ അമ്പലത്തിലിരിക്കുന്നു, തന്ത്രിമാർ മറ്റൊക്കെ വരാറുണ്ട്. അത്രക്ക് വലിയ ഒരാൾ, അങ്ങനെ കഴിവുള്ള ആള്. ഖുർആൻ കണക്കായിട്ട് പഴയ സാഹിത്യങ്ങളും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പറയരുത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിരി ഇല്ലാത്ത ആളെ ഉണ്ടാക്കാൻ, പിരി ഇല്ലാത്ത ആളെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉള്ള ആളെ ഇല്ലാതാക്കാനും ഉള്ള ഒരു ടേണിംഗ് പോയിന്റാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. അതാണ് സംഭവം. ഈ പാവായിരിക്കും ഇതുവരെ നല്ല ആൾക്ക് ജീവിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്ന എത്ര ആളുണ്ട്. 100,000 അനുഭവങ്ങളുണ്ട്. ഇവിടുന്ന് 100 തലാക്കിയൽ ആളുണ്ട് ദിവസവും. എന്റെ അവസാനം എന്റെ തലാക്കിയൽ എത്ര എന്റെ മുമ്പ് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തലാക്ക് എന്ന് പറഞ്ഞ തമാശകളെയാ. നീ എങ്ങനെ അവളെ കയ്യിലാക്കിയത്? നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു എന്ന് അവളെ ഉപ്പ പറയുന്നു. അവളെ ഉപ്പ പറയുന്നത് എനിക്ക് ഞാൻ കെട്ടിച്ചു തന്നു. അപ്പൊ ഇവളെന്താ പറയുന്നത്? അല്ല, ഇവനെന്താ പറയുന്നത്? ഞാൻ സ്വീകരിച്ചു. ഈ ഒറ്റ വാക്കിന്റെ മേലാണ് ഇസ്ലാം ഒരു വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. അതേപോലത്തെ ഒരു വാക്കാണ് നിന്നെ ഞാൻ തലാക്കിയത്. പിന്നെ ഇപ്പുറത്തത് ഒരു വേറെ മറുതലക്ക് മറ്റൊന്നൊന്നും ഇസ്ലാമിനില്ല. ഒരു വാക്കിലൂടെ കുറെ ആളുകളെ സാക്ഷ്യപ്പെടുത്തി നിർവഹിക്കുന്ന നിക്കാഹ് കർമ്മം. ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു, അതിനൊരു ചെറിയ എന്തെങ്കിലും അടയാളം വെക്കുന്നു, അതിന് മഹർ എന്ന് പറയുന്നു. ഒരു മോതിരാലും ശരി, ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു 1000 രൂപ, 313 500. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് പോകുന്നത് നിന്നെ ഞാൻ തലാക്കിയത്, നിന്നെ ഞാൻ ഒഴിവാക്കി. മനസ്സിൽ കാണുന്നു അദ്ദേഹം പൂർണ്ണമായും ഒഴിവാക്കുന്നതായിട്ട്. തലാക്കായി തമാശയും കളിയുള്ള ഒരു ലോകമായി മാറിയിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല മധുരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചാൽ ഈ ലോകം മുഴുവനും വിജയിക്കും. മരണവും എല്ലാം വിജയത്തിന്റെ വിധാനമാണ്. പടച്ചറപ്പെ, നമ്മൾ വല്ല അസ്വാരസ്യങ്ങളും നിലകൊള്ളുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ റബ്ബേ അതൊക്കെ നീക്കി
നീ നല്ല ശാന്തിയും സമാധാനവും കളിയാടുന്ന ജീവിതം അവർക്ക് നീ നൽകണേ റഹ്മാനേ. അതുപോലെ ശശി എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിന് നല്ല ഇണയെ സർവ രാജാതിരാജനായ പടച്ചവൻ എവിടെയാണെന്ന് ഒരാൾക്കും നിശ്ചയിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് കല്യാണം. എത്രയോ ആളുകൾ മോഹിച്ച് നടന്ന് പിന്നീട് കിട്ടിയത് വേറെ. ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഏതായാലും നല്ല ഇണയെ അതിന്റെ ഇണക്കത്തിൽ തന്നെ പടച്ചറപ്പ് ചേർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. പിന്നെ ഉംറക്ക് പോകുന്നവർ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അല്ലാഹു അവർക്ക് യാത്ര നന്നായി കൊടുക്കട്ടെ. പിന്നെ ദുആ പറഞ്ഞു ഒരു ബഷീറിന്റെ വല്യമ്മ, കുറെ ആളുകൾ മരിച്ചു പോയിട്ട് നമ്മിൽ നിന്ന്. നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മെ വേണ്ടപ്പെട്ടവരുമായ അവരൊക്കെ കബറിടം അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ വിഷമങ്ങൾ, കബറിലുള്ള വിഷമങ്ങൾ അല്ലാഹു തീർത്ത് സ്വർഗീയമായിരിക്കുന്ന അവസ്ഥയെ കൊണ്ട് അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവിന്റെ മഹത്തായ ഈ മുഹൂർത്തത്തിൽ പാതിരാവിന്റെ 2 പകുതിയും കഴിഞ്ഞ 2 ഭാഗവും കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ നിന്നിലേക്ക് നീട്ടുന്ന ഈ കരം നീ ഹായിബാക്കി മടക്കല്ല റഹ്മാനേ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനേ. ഇപ്പോൾ എല്ലാവരും നമ്മളൊക്കെ കാത്തു രക്ഷിക്കണം. ഞാൻ ആ കൂരി ബർദം സലാമൻ അലാ ഇബ്രാഹിം എന്നിട്ട് ഓതിയിട്ട് ആ വെള്ളം വന്നിച്ചു കൊടുത്താൽ ഉണങ്ങി അല്ലാതെ നന്നായിട്ട് നല്ലതാണ്. എല്ലാ അപകടങ്ങളും കാത്തുരക്ഷിക്കട്ടെ. അപകടമൊന്നും എങ്ങനെ നിഴല് പോലെയാണ് നമ്മളെ പിന്തുടരുന്നത്. മരണം ഏതുപോലെ അതുപോലെ ഇപ്പൊ അപകടങ്ങൾ. അതുകൊണ്ട് അപകടങ്ങളിൽ എപ്പോഴും എല്ലാവരും അതിന് ഒരു മനുഷ്യൻ എന്ന ഒരു ആകൃതിയും രൂപമുണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് അവരവരതായിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കണം. തന്റെ സഹയാത്രികർക്ക്, തന്റെ സഹജീവികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. റമദാൻ വരുമ്പോഴും ഓണുണ്ട്. ഞാൻ ആദ്യം ദുആ ചെയ്തത് അവരുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി. അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അതോടൊപ്പം നമ്മളതൊക്കെ ഉണ്ടാവും. കാരണം അവരൊക്കെ നല്ലവരാണ്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് നല്ലൊരു തുക സമൂഹത്തിന്റെ പൊതു കാര്യത്തിന് വേണ്ടി അവരെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. യൂസുഫ് അലി സാഹിബ് അങ്ങനെയുള്ളവരൊക്കെ അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك.